ആദ്യ പുസ്തകം അധ്യായം 3 12 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. നീ തന്ന സ്ത്രീയാവൃക്ഷത്തിൽ നിന്ന് എനിക്ക് തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് ആദാം പറഞ്ഞു. ദൈവമായ കർത്താവ് സ്ത്രീയോട്, നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചു. പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ദൈവമായ കർത്താവ് പാമ്പിനോട് പറഞ്ഞത്, നീ ഇത് ചെയ്ത നിമിത്തം നീ സകല കന്നുകാലികളിലും സകല വന്യമൃഗങ്ങളിലും വെച്ച് ശപിക്കപ്പെട്ടതായിരിക്കും. നീ ഉരസുകൊണ്ട് ചരിക്കും, നിന്റെ ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നിനക്കും സ്ത്രീക്കും മധ്യേയും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും മധ്യേയും ശത്രുത വയ്ക്കും. അവൻ നിന്റെ തലയിൽ ചവിട്ടും, നീ അവൻ്റെ പാദത്തിൽ വ്രണപ്പെടുത്തും. സ്ത്രീയോട് അവൻ പറഞ്ഞത്, ഞാൻ നിനക്ക് വേദനയും ഗർഭധാരണവും വർദ്ധമാനമാക്കും. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. നീ നിന്റെ ഭർത്താവിങ്കിലേക്ക് തിരിയും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദാമിനോട് അവൻ പറഞ്ഞത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ നിന്നോട് അരുളിച്ചെയ്തിരിക്കുന്ന വൃക്ഷത്തിൽ നിന്ന് തിന്നുകയും ചെയ്തതിനാൽ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിൻ നാളൊക്കെയും കഷ്ടതയോടെ നീ ഭക്ഷിക്കും. മുള്ളുകളും ഞെരിഞ്ഞിലും അത് നിനക്ക് മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ തിന്നും. ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട നീ അതിലേക്ക് തിരികെ ചേരും വരെ മുഖത്തെ വിയർപ്പോടെ അപ്പം തിന്നും. എന്തെന്നാൽ നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. ആദാം തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേര് വിളിച്ചു. എന്തെന്നാൽ സകലരുടെയും മാതാവ് അവളാകുന്നുവല്ലോ. ദൈവമായ കർത്താവ് ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. ഇത് ആദാം നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിലൊരുവനെ പോലെ ആയിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് എടുത്ത് ഭക്ഷിച്ചു, എന്നേക്കും ജീവിച്ചുവെന്ന് വരാം എന്ന് ദൈവമായ കർത്താവ് പറഞ്ഞു. അവൻ അതിൽ നിന്ന് എടുക്കപ്പെട്ട ഭൂമിയിൽ വേല ചെയ്യുവാനായി. ദൈവമായ കർത്താവ് അവനെ ഏദൻ്റെ തോട്ടത്തിൽ നിന്ന് അയച്ചു കളഞ്ഞു. ദൈവമായ കർത്താവ് അവനെ പുറത്താക്കി ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കേണ്ടതിന് ക്യൂബകളെ ജ്വലിക്കുന്നതും ചുറ്റിത്തിരിയുന്നതുമായ വാളുമായി ഏദൻ്റെ തോട്ടത്തിന് കിഴക്ക് നിർത്തി.